മകളെ പ്ലസ് ടു റിസൾട്ട് വന്നു. വിജയ ശതമാനത്തിൽ വലിയ കുറവൊന്നുമില്ല. കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത സമയത്ത് 0.88% മാത്രമേ ടോട്ടൽ വിജയ ശതമാനത്തിൽ കുറവുള്ളൂ. പക്ഷേ ഇതിൽ ഒരുപാട് നിങ്ങളെ ഭാവിയെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതുമായിട്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫുൾ എ പ്ലസ്സുകാരുടെ എണ്ണം കഴിഞ്ഞ വർഷം 39,242 പേർക്കായിരുന്നു ഫുൾ എ പ്ലസ് എങ്കിൽ ഈ വർഷം വെറും 30,145 പേർക്ക് മാത്രമേ ഫുൾ എ പ്ലസ് ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഈ ഫുൾ എ പ്ലസ്സുകാരുടെ എണ്ണം ഇത്രയും കുറഞ്ഞത്? 9,000 കുട്ടികളുടെ ഫുൾ എ പ്ലസ് നഷ്ടപ്പെട്ടത്. 9,000-ഓളം കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് എന്നുള്ള പദവി നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും? ഒന്നുമില്ല, എക്സാം ഒരു മുന്നറിയിപ്പും കൂടാതെ എക്സാം NCERT ലെവലിലേക്ക് മാറ്റി. NCERT ക്വസ്റ്റ്യൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എക്സാം നടത്തി. അല്ലെങ്കിൽ CBSE നിലവാരത്തിലേക്ക് എക്സാം ഉയർത്തി. കുട്ടികൾക്ക് ഒരു മുന്നറിയിപ്പും കൊടുത്തില്ല എന്നുള്ളതാണ്. ഈവൻ മോഡൽ എക്സാമിന് പോലും ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ മെയിൻ എക്സാമിലേക്ക് വന്നപ്പോൾ എക്സാം കടുപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഫുൾ എ പ്ലസ്സുകാരുടെ എണ്ണം ഇത്രയും കുറയാൻ കാരണം. ഫുൾ എ പ്ലസ്സുകാരുടെ എണ്ണം കുറയുന്നത് മാത്രമല്ല, എക്സാം കടുപ്പിച്ചതുകൊണ്ട് നമ്മളെ പ്ലസ് ടു കുട്ടികൾക്ക് സംഭവിച്ചത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കീം പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ മാർക്ക് ഈക്വലൈസേഷൻ ഉണ്ട്. നിങ്ങളെ കീമിൻ്റെ റാങ്കും അതുപോലെ ബോർഡ് എക്സാമിൻ്റെ മാർക്കും ചേർത്തുകൊണ്ട് ഈക്വലൈസ് ചെയ്യും. അല്ലെങ്കിൽ CBSE-കാരെയും സ്റ്റേറ്റുകാരുടെയും മാർക്ക് എന്ത് ചെയ്യും? ഈക്വലൈസ് ചെയ്യും. ഈക്വലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട്. CBSE-കാർക്ക് 8 മാർക്ക് കൂടുതലും സ്റ്റേറ്റുകാർക്ക് 27 മാർക്ക് കുറവുമാണ് ഓൾറെഡി ഈക്വലൈസ് ചെയ്യുന്നതിന് സംഭവിക്കുന്നത്. 27ഓളം മാർക്ക് സ്റ്റേറ്റുകാർക്ക് കുറയും. ഓക്കെ, ആ സമയത്താണ് ഈ എക്സാം കടുപ്പിക്കുന്നത്. ഈ എക്സാം കടുപ്പിക്കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യും? ഈ കോമ്പറ്റേറ്റീവ് എക്സാം റാങ്കിൽ അവസാന ഭാഗത്തേക്ക് എന്ത് ചെയ്യും? പിന്തള്ളപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു മുന്നറിയിപ്പും കൂടാതെ ഇങ്ങനെ എക്സാം കടുപ്പിച്ചത് ഏറ്റവും പ്ലസ് ടുക്കാരെ ഏറ്റവും കൂടുതൽ വലച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം മക്കൾ എന്ത് ചെയ്യുക? ഇനിയുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതുക. ഏതെങ്കിലും എക്സാമിന് ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് A+ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇത്, അതുപോലെ മാർക്ക് കുറവാണെങ്കിൽ റീവാലേഷന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.